മക്ക പ്രതിരോധ ഉടമ്പടി ഒരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചല്ലെന്ന് പാകിസ്ഥാൻ. തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവർ ഒപ്പുവെച്ച ത്രികക്ഷി പ്രതിരോധം മാത്രം ലക്ഷ്യമിടുന്നതാണെന്നും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ വ്യക്തമാക്കി. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മക്ക പ്രതിരോധ ഉടമ്പടി സൗദി അറേബ്യ ബന്ധത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള PMLN പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധക്കാരോടുള്ള നിലപാട് മയപ്പെടുത്തി. പാർട്ടി ഉടൻ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. മനു ഭരച്ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനു, ഇപ്പോഴിതാ ഈ മക്ക പ്രതിരോധ ഉടമ്പടിയിൽ കൂടുതൽ വിശദീകരണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആശങ്കകൾക്കൊക്കെ ഇതൊരു പരിഹാരമാകും എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, ഇന്ത്യ ഒരു ഗൗരവത്തോടു കൂടി ഈ മെക്ക ഉടമ്പടിയെ ഉറ്റുനോക്കിയിരുന്നു. കാരണം അത് പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഉടമ്പടിയാണ്. അത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം മൂന്ന് രാജ്യത്തെയും ആക്രമിച്ചതിന് തുല്യമായി അത് കണക്കാക്കപ്പെടുമെന്ന തരത്തിലുള്ളൊരു ധാരണയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നൊരു ആശങ്ക ഇന്ത്യക്കുണ്ടായിരുന്നു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ തീവ്രവാദ സംഘങ്ങൾക്ക് നേരെ തുടരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രതികരണമൊക്കെ ഏത് തരത്തിലായിരിക്കും എന്ന ആശങ്കയും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഏതായാലും ഇവിടെ പാകിസ്ഥാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ചല്ല, പക്ഷേ ഒരു പ്രതിരോധ ഉടമ്പടി എന്ന അർത്ഥത്തിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനുള്ളൊരു നിലപാടില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. ഇറാനും സമാനമായ ഒരാശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായും ഈ ടർക്കിയും സൗദി അറേബ്യയും ഒന്നിക്കുന്നൊരു സാഹചര്യത്തിൽ അത് ഇറാനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന്. ഏതായാലും ഇതിൽ തുർക്കിയുടെ ഭാഗത്തു നിന്നും സമാനമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇറാനെ ലക്ഷ്യമിട്ടല്ല ഇത്തരം ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് എന്ന്. കാരണം ഈ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഒരു ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് 10-26 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി തുടങ്ങിയ UAE ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ധാരണാപത്രമായിരുന്നു. അതിൽ ഇത് സമാനമായ രീതിയിൽ സംയുക്തമായൊരു പ്രതിരോധമൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പക്ഷേ അത് പിന്നീട് പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ ഒരു പുതിയ മെക്ക പാക്ട് എന്നത് വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. കാരണം തുർക്കി നാറ്റോയിൽ ഏറ്റവും രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ്. സൗദി അറേബ്യ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും ഒപ്പം തന്നെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നുമാണ്. മൂന്നാമത്തെ ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി എവിടെയുണ്ട്, പാകിസ്ഥാനാകട്ടെ ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിക്കുന്നത് പുതിയൊരു ലോകക്രമത്തിൽ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരല്പം മയപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നു. അതൊന്ന് അതിനൊരു കാരണം പാക് അധിനിവേശ കശ്മീരിൽ വലിയ തോതിൽ പ്രക്ഷോഭം സർക്കാരിനെതിരെ വന്നിരിക്കുന്നു. ഏതായാലും ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഈ പ്രതിഷേധക്കാരെ ആദ്യം രാജ്യദ്രോഹികളെന്നൊക്കെ വിളിച്ച് മുദ്രകുത്തിയിരുന്നവർ ഇപ്പോൾ അവർ രാജ്യസ്നേഹികളാണെന്നൊരു നിലപാടിലേക്ക് വരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ജോയിൻ്റ് അവാമി കമ്മിറ്റിയുമായി ഒത്തുചേർന്ന് ഭരണം പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള സാഹചര്യങ്ങൾ ആരായുന്നു. അങ്ങനെ കുറേ കൂടി ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് പാകിസ്ഥാൻ വരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൽ ശ്രദ്ധയൂന്നുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അത് കുറേ കൂടി ആശ്വാസം പകരുന്നതാണെന്ന് വേണം കരുതാൻ. ശരി, മനു ഭരത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.